ഷാലു അവളെ ഒന്നാം വട്ടം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അവൾക്ക് വികാരം മൂത്ത് നിൽക്കുകയായിരുന്നു എന്ന്. എന്തുകൊണ്ട് എനിക്കവളെ കിട്ടിയില്ല എന്ന നിരാശ ആ നിമിഷം മുതൽ എന്നെ കീഴടക്കാൻ തുടങ്ങിയതാണ് മനസ്സിൽ. ഭാര്യ ഒന്നാം സ്ഥാനത്ത് ഞാൻ സങ്കല്പിച്ചിരുന്ന സ്ത്രീരൂപത്തിൻ്റെ തനി അവതാരമായിരുന്നു ഷാലു. പക്ഷെ ഞാൻ കാണുമ്പോഴൊക്കെ അവൾ സ്വന്തം മറ്റൊരുവന് വേണ്ടി അടിമപ്പെട്ടിരുന്നു. അങ്ങനെ ശാലുവിനെ മാത്രം മോഹിച്ചുകൊണ്ട് ഞാൻ ഷീലയെ വിവാഹം ചെയ്തു. അതായത് അവളുടെ അനുജത്തി. വഞ്ചനയോടെ തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് സാരം. ഭാര്യയെ വഞ്ചിക്കാൻ കണക്കുകൂട്ടി തന്നെയുള്ള വിവാഹം, അവളുടെ ചേച്ചിയെ സ്വന്തമാക്കുക എന്നതായിരുന്നു. എന്നെക്കുറിച്ചിപ്പോൾ ഒരു നല്ല ചിത്രം നിങ്ങൾക്കെല്ലാം കിട്ടിയല്ലോ. ഷീലയെ പെണ്ണ് കാണാൻ ചെന്നപ്പോഴാണ് പെണ്ണിൻ്റെ ഒപ്പം ഇറങ്ങി വന്ന ശാലുവിനെ ആദ്യമായി ഞാൻ കാണുന്നത്. ടീപ്പോയിൽ കിടന്നിരുന്ന പത്രത്തിലേക്ക് ഗൗരവത്തോടെ നോക്കിക്കൊണ്ടേയിരുന്ന എൻ്റെ അടുത്തിരുന്ന ദല്ലാൾ കുഞ്ഞച്ചായൻ അയാളുടെ വൃത്തികെട്ട പൊട്ടിയ നഖമുള്ള വിരലുകൊണ്ട് തോണ്ടി എന്നെ വിളിച്ചു. കുഞ്ഞെ നോക്ക്, താണ്ട് പെങ്കൊച്ചു വരുന്നു, അയാൾ മന്ത്രിച്ചു. മെല്ലെ മുഖം നിവർത്തിയ എൻ്റെ ദൃഷ്ടിയിൽ ആദ്യം പതിഞ്ഞത് വെണ്ണ നിറമുള്ള നല്ല തുടുത്ത ഒരു സ്ത്രീയെയാണ്. പെരുവിരൽ മുതൽ ഒരു തരിപ്പ് എൻ്റെ ദേഹത്തോട് പടർന്നു കയറി. അത് മേലേക്ക് കയറുന്നതിനിടയിലാണ് എൻ്റെ ഉരുക്കുപുത്രനെ ഞാനൊന്ന് പിടിച്ച് ഒഴിഞ്ഞതും. ഈ പെണ്ണ് കാണുന്ന ചടങ്ങിൽ ആ സമയത്ത് തന്നെ എൻ്റെ ഉരുക്കുപുത്രനെ ആ ഒരു തരത്തിൽ കാണുന്നത് തന്നെ എന്ത് മോശമാണ്. അതും വെറുമൊരു വെണ്ണക്കൽ പ്രതിമയെ കണ്ടപ്പോൾ തന്നെ. അനന്തരം എൻ്റെ കണ്ണുകൾ മുകളിലേക്ക് സഞ്ചരിച്ചു. എൻ്റെ ശരീരം തളർന്നു. കുഞ്ഞാടുകളെ എങ്ങനെ തളരാതിരിക്കും? മനോമുകുരത്തിൽ ഞാൻ എന്നും സ്വപ്നം കണ്ടിരിക്കുന്ന, ജീവിതത്തിൽ ഒരിക്കലും നേരിൽ കണ്ടില്ലായിരുന്ന സ്ത്രീരൂപം ഇതാ എൻ്റെ മുന്നിൽ. ഒരു സ്ത്രീക്കും ഇത്രയധികം സുന്ദരിയാകാൻ പറ്റില്ല എന്നെനിക്ക് തോന്നിപ്പോയ നിമിഷം, ഹേ എൻ്റെ ദൈവമേ, നീ എത്ര നല്ലവൻ! ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു പെണ്ണിൻ്റെ അടുക്കലാണല്ലോ നീ എന്നെ കൊണ്ടുവന്നത്. അടുത്തിരിക്കുന്ന കുഞ്ഞച്ചനൊരു മുത്തം കൊടുക്കാൻ തോന്നിയത് ആ സാഹചര്യത്തിലായിരുന്നു. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ചായ അങ്ങോട്ട് കൊടുക്കും മോളെ, ഇതാണ് പെണ്ണ് ഷീല, ആരോ പറയുന്നത് കേട്ട്. അപ്പോഴാണ് ഞാൻ അവളുടെ ഒപ്പമുണ്ടായിരുന്ന താലത്തിൽ ചായയുമായി നിൽക്കുന്ന പെണ്ണിനെ കണ്ടത്. തിളച്ചു പൊന്തിയ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഒറ്റയടിക്ക് പൂജ്യത്തിലേക്ക് പോയി. അപ്പോൾ ഞാൻ ആ കണ്ട സുന്ദരിയല്ല എൻ്റെ പെണ്ണ്, ഇതാണല്ലേ അല്പം മുമ്പ് നന്ദി പറഞ്ഞ അതേ ദൈവത്തെ ഞാൻ മനസ്സിൽ പ്രാഗി അടുത്തിരിക്കുന്ന കുഞ്ഞച്ചനെ നോക്കി അയാളെ പിടിച്ചു തൂക്കി ഒരേറ് കൊടുക്കാനും തോന്നിപ്പോയി. പെണ്ണിനെ മുൻപോട്ട് വിട്ടിട്ട് എൻ്റെ മനസ്സ് തകർന്ന ശാലു മാറി ഭിത്തിയിലേക്ക് ചാരി. എൻ്റെ കണ്ണുകളെ അവളെ വീണ്ടും പിന്തുടർന്നു. ഞാൻ അവളെ മൊത്തത്തിലൊന്ന് അളന്നു. എല്ലാം കൊണ്ടും സൗന്ദര്യം, മുന്നഴകും പിന്നഴകും വേണ്ടവോളം. ഈശ്വര, ഇവളെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ശാലുവിനെ അടിമുടി ഒഴിഞ്ഞു നിൽക്കുമ്പോൾ എന്തോ എൻ്റെ മനസ്സ് പെട്ടെന്ന് കൺട്രോളിലായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ കണ്ണുകൾ ഷീലയിലേക്ക് മാറ്റിയത്. ശാലീന സുന്ദരിയായ പെണ്ണ്, ശാലു ആളിക്കത്തുന്ന തീജ്വാല. എന്നാൽ അതിന് വിപരീതമായി ഷീല ശരിക്കും പറഞ്ഞാൽ സൗമ്യമായി പ്രകാശിക്കുന്ന ഒരു മെഴുകുതിരിയായിരുന്നു. അവളെ ഇഷ്ടപ്പെടാൻ അതുതന്നെ ധാരാളമായിരുന്നു. പക്ഷെ ശാലുവിനെ കണ്ടില്ലായിരുന്നെങ്കിൽ മാത്രം ഞാൻ ഇവളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടേനെ. അതുകൊണ്ട് ഈ ഷീലയോട് എനിക്ക് അധികം അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ സാധിച്ചില്ല. അവളായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്, ആ ശാലു എന്ന പച്ചക്കരിമ്പിനെ
അവൾ ആരു തന്നെയായാലും അവളെ മാത്രമേ ഞാൻ കെട്ടു എന്ന തീരുമാനം എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഷീല ചായ നൽകിയിട്ട് ലജ്ജയോടെ ഉള്ളിലേക്ക് പോയപ്പോൾ അവളുടെ അച്ഛൻ എല്ലാവരെയും പരിചയപ്പെടുത്തി. ആദ്യം പരിചയപ്പെടുത്തിയത് ഭിത്തിയിൽ ചാരി നിന്ന് അവളെ തന്നെയായിരുന്നു. ഇത് എൻ്റെ മൂത്ത മോൾ ഷാലു. ഇവളുടെ ഭർത്താവ് അനിൽ ഷിപ്പിലാണ്. ഇത് അനിലിൻ്റെ പപ്പയും മമ്മിയും മക്കളും. ഇവർ രണ്ടുപേരേ ഉള്ളൂ. തകർന്നു പോയി ഞാൻ. അപ്പോൾ ഇവൾ ഷീലയുടെ ചേച്ചിയാലേ? വിവാഹിതയുമാണ്. എൻ്റെ പ്രതീക്ഷകൾ മുളച്ചതിനേക്കാൾ വേഗത്തിൽ കരിഞ്ഞുണങ്ങി. ഇവൾ സ്വന്തം തന്നിൽ നിന്ന് അകന്നുപോയി, തൻ്റെ സ്വപ്നത്തിൽ നിന്ന് അകന്നുപോയി മറ്റൊരാളുടെ ചെന്താമരയാണെന്ന് മനസ്സിലായി അവന്. ആ ചെന്താമരയ്ക്ക് ഉടമയുണ്ടും എന്നും മനസ്സിലായി. ഇനി മോഹിച്ചിട്ട് കാര്യമില്ല മോനെ, മനസ്സോട് തന്നെ പറഞ്ഞു. മനസ്സ് പരിഹസിക്കുന്നത് പോലെ തോന്നി. അനിൽ എന്ന് പേരുള്ള ഏതോ തെണ്ടിയാണ് ഇവളുടെ ഭർത്താവ്. അയാളോട് ആ അനിലിനോടുള്ള ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി. പിന്നീട് അനിലിൻ്റെ പേരിനെ പറ്റിയായി കുറ്റം. വൃത്തികെട്ട പേര്. ആ അനിൽ എന്ന പേരെഴുതിയിട്ട് ആ കടലാസിലേക്ക് ഒന്ന് തുപ്പാൻ തോന്നിപ്പോയി എനിക്ക്. അത്രയ്ക്കും വെറുപ്പായി. പെട്ടെന്നായിരുന്നു മോനെന്താ ചിന്തിക്കുന്നത്? താൻ കാണാൻ വന്ന പെണ്ണിൻ്റെ അപ്പൻ്റെ ചോദ്യമായിരുന്നു അത്. തനിക്കെന്താ ജോലി? ബിസിനസ്, ബിൽഡിങ്ങിൻ്റെ മെറ്റീരിയൽസ് വിതരണമാണ്. ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു. കടയുണ്ടോ? ശാലു ആയിരുന്നു ചോദിച്ചത്. ദേഹം തരിക്കുന്നു. അവളുടെ സ്വരത്തിൻ്റെ പ്രഭാതത്തിൽ പോലും എന്തൊരു ശബ്ദം! ഇങ്ങനെയായിരിക്കണം ഒരു പെണ്ണിൻ്റെ ശബ്ദം. കേട്ടാൽ ചെവി വഴി അങ്ങ് ഇറങ്ങണം. അവളുടെ കണ്ണുകൾ തെരതെരേ പിടയ്ക്കുന്നു. ഇല്ല, ഓഫീസും പിന്നെ വെയർ ഹൗസും, അവൻ പറഞ്ഞു. ശാലു ലജ്ജയോടെ തലയാട്ടി. അവളെ ആകമാനം അളക്കുകയായിരുന്നു അന്നേരത്തിലും ഞാൻ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾ ലേസർ രശ്മികൾ പായിച്ചെങ്കിലും എനിക്ക് അവളുടെ ഉള്ളിലുള്ള ആ ഒരു സൗന്ദര്യം കാണാൻ പറ്റിയില്ല. വീട്ടിൽ വീണ്ടും ആരൊക്കെയോ ശാലുവിൻ്റെ അമ്മായിയപ്പൻ, ഇയാൾക്ക് ഭയങ്കര സൂക്കേടാണ്. അമ്മ മാത്രമേ ഉള്ളൂ. പെങ്ങൾ കാനഡയിലാണ് കുടുംബസഹിതം. തറവാട്ടിൽ ഇപ്പോൾ ഞങ്ങൾ മാത്രം. അങ്ങനെ ഓരോന്നും പറഞ്ഞ് 4 വഴിക്കുന്നും ചോദ്യങ്ങൾ വന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ മുഴുവനും ആ സൗന്ദര്യധാമമായിരുന്നു. ശാലു എന്ന താൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ചേച്ചി. ശാലു